സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, ചൈനയുടെ പേൾ ഓഫ് സ്ട്രിങ്സ്, ഇന്ത്യയെ സമുദ്രമേഖല ഉപയോഗിച്ച് വളയുക എന്നുള്ള ഒരു തന്ത്രം, അതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങും അതേപോലെ മറ്റൊരു തുറമുഖത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ആ പോർട്ടിൽ ഇന്ത്യക്ക് ചില ആക്സസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിൻ്റെ അനുബന്ധ മേഖലകൾ മുഴുവനായിട്ട് ചൈന കൈയടക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്ന സംഗതിയാണ് സാർ? ഇപ്പോ സ്വയം പറഞ്ഞതുപോലെ ഇന്ത്യയെ മൂന്ന് ഭാഗത്തു നിന്നും വളയുക എന്നുള്ളതാണ് ചൈന ഇന്ത്യയെ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ചൈന കാണുന്നത്. അതിൽ സമുദ്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. കരയിലൂടെയുള്ള റോഡ് നെറ്റ്വർക്കുകൾ മറ്റൊരു പങ്കാണ്. ഇപ്പോ നമുക്കറിയാം, പാകിസ്ഥാനിലെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന ഒരു സാമ്പത്തിക ഇടനാഴി കോടിക്കണക്കിന് ബില്യൺ ഡോളർ ഉപയോഗിച്ചാണ്. പക്ഷെ അതെല്ലാം നഷ്ടത്തിലായി. അത് പാകിസ്ഥാനിൽ ചൈന നേരിടുന്ന പ്രശ്നം, ചൈനയുടെ അധീനതയിലുള്ള ഒരു പോർട്ട് ഗ്വദർ ബലൂചിസ്ഥാനിലുണ്ട്. ആ ബലൂചിസ്ഥാൻ പ്രവിശ്യ ഏതാണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മട്ടാണ്. ചൈനയ്ക്ക് അത് കാരണം അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ബദലായിട്ട് ഇപ്പോ ചൈന പാകിസ്ഥാനെ ഏതാണ്ട് അങ്ങ് ഉപേക്ഷിച്ച മട്ടാണ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, മോഗ്ല എന്നീ തുറമുഖങ്ങളെ ചൈനയുടെ യുനാൻ പ്രവിശ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ കോറിഡോർ നിർമ്മിക്കുകയാണ്. അത് ചൈനയിൽ നിന്നും തുടങ്ങി യുനാൻ പ്രവിശ്യയിലെ കുമിങ് എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് മ്യാൻമാർ, ബംഗ്ലാദേശ്, അത് എത്തി നിൽക്കുന്നത് ബംഗ്ലാദേശിലെ ഈ മോഗ്ല പോർട്ട് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ചൈന ലക്ഷ്യം വെക്കുന്നത് ചിറ്റഗോങ് പോർട്ട്. അതൊരു അത്യാവശ്യം വലിയ കപ്പലുകൾക്കും അടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടാണ്, ഒരു നാച്ചുറൽ തുറമുഖമാണ്. ആ ചിറ്റഗോങ് തുറമുഖത്തിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അതിന് ആയിട്ടാണ് ഈ ഇടനാഴി ചൈന വിഭാവനം ചെയ്യുന്നത്. 1700 കിലോമീറ്റർ റോഡാണ് യുനാൻ പ്രവിശ്യയിൽ നിന്നും മ്യാൻമാർ ചിറ്റഗോങ് ഈ പ്രദേശം വരെ എത്തുമ്പോൾ ഉള്ളത്. ഇവിടെ ചൈന അതിന് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മ്യാൻമാറിലൂടെ കടന്നു വരുന്ന ഈ ഭാഗം, ഇത് റാഖൈൻ പ്രവിശ്യ എന്ന ഒരു സ്ഥലത്തൂടാണ്. റാഖൈൻ എന്നത് ഈ മ്യാൻമാറിലെ ഏതാണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് അരക്കൻ ആർമി എന്ന ഒരു ഒരു വിഘടിത ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ റാഖൈൻ പ്രവിശ്യ. ഈ അരക്കൻ ആർമി വളരെ ബുദ്ധിപൂർവ്വമാണ് അവർ പെരുമാറുന്നത്. അവർ ഇന്ത്യയായിട്ടും ചൈനയായിട്ടും തുല്യ ദൂരം പാലിക്കും. ഇന്ത്യയായിട്ട് ചില കാര്യങ്ങളിലൊക്കെ അവര് അടുപ്പത്തിലാണ്. അവര് മുഖ്യമായിട്ടും അവിടെയുള്ള റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കടുത്ത ഒരു ബുദ്ധമത വിഭാഗമാണ്. അപ്പൊ അവർക്ക് ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യം. ഇവരെ വളരെ തന്ത്രപൂർവ്വം ഇവരുമായിട്ടൊരു ബന്ധം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് ചൈനയോടും ഇന്ത്യയോടും തുല്യ അകലം പാലിക്കുന്ന ഒരു തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ചൈനയ്ക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. ഈ ചൈന ബംഗ്ലാദേശ് ഇക്കണോമിക് കോറിഡോർ ഉണ്ടാക്കുമ്പോൾ. കാരണം മ്യാൻമാറിലൂടെ കടന്നു വരുന്ന ഭാഗത്ത് ചൈനയ്ക്ക് വീണ്ടും വെല്ലുവിളികളാണ്. ഇത്തരം ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികളാണ് ചൈനയ്ക്ക് പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്നത്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിനെ ബാധിച്ചത് അത് തന്നെ. അതായത് ബലൂചിസ്ഥാൻ നാഷണൽ ആർമി ഇവിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഈ ഗ്വദർ പോർട്ടുമായിട്ട് സംബന്ധിച്ച് അവർ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിനാകട്ടെ ചൈനയ്ക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ അവിടെ പറ്റുന്നുമില്ല. നിരവധി തവണ ചൈനീസ് എഞ്ചിനീയർമാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ചൈന പിന്നെ ഒടുവിൽ ചെയ്തത് അവരുമായിട്ട് നേരിട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുക. അവരും ചൈനയും തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്താൻ തുടങ്ങിയപ്പോഴേക്കും പാകിസ്ഥാൻ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം പാകിസ്ഥാന്റെ പരമാധികാര രാഷ്ട്രം ആണ് പാകിസ്ഥാൻ. അങ്ങനെ ഒരു സോവറിൻ റിപ്പബ്ലിക് ആയിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയിലെ വിഘടിത ഗ്രൂപ്പുമായിട്ട് അവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളുമായിട്ട് ചൈന പ്രത്യേകം ചർച്ച നടത്തുന്നു. പക്ഷെ ചൈന ആയതുകൊണ്ട് എതിർപ്പ് പറയാൻ പറ്റുകയുമില്ല. ഇങ്ങനത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇതിന് ചൈന ഗ്വാദർ പോർട്ടിന് വേണ്ടിയിട്ട്
മാത്രമായിട്ട് ഏതാണ്ട് 10,000 കോടി ഇന്ത്യൻ രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ ഇത് തിരിച്ചു പിടിക്കാനൊന്നും ഒരു മാർഗവും ഇല്ല. അതുവഴി ഒരു വ്യവസായവും അവിടെ നടക്കുന്നുമില്ല, ഇറക്കുമതിയോ അതുവഴി പോകുന്നുമില്ല. കാരണം അത് പോർട്ടിൽ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകണ്ടേ ചരക്ക്. ആ ചരക്ക് ഇതുവഴി പോകും. റെയിൽവേ ലിങ്കിലാണെങ്കിലും ഇവരുടെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്, മറ്റ് റോഡും അവരുടെ നിയന്ത്രണത്തിൽ. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും ചൈന ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഇക്കണോമിക് കോറിഡോർ അവിടെ ഉണ്ടാക്കിയത്. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ആദ്യം ഈ പദ്ധതി 1999 ഈ ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ ഇക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുന്നത്. പക്ഷേ അന്ന് ചൈന ഇന്ത്യയുടെ മുന്നിൽ വെച്ച ഒരു നിർദ്ദേശം ഈ ഇക്കണോമിക് കോറിഡോറിനെ കൽക്കട്ട പോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വലിയൊരു നേട്ടമായിരിക്കും എന്നാണ് ചൈനയ്ക്കല്ല ഇന്ത്യക്ക് നേട്ടമായിരിക്കും എന്നാണ് ചൈന ഇന്ത്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇതിന്റെ ലക്ഷ്യം സാമ്പത്തിക വികസനമല്ല. ഇതിന്റെ ലക്ഷ്യം ബംഗ്ലാദേശ് എന്ന രാജ്യം ഇപ്പോൾ വലിയ അസ്ഥിരതയിലാണ്. ബംഗ്ലാദേശിന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ പാശ്ചാത്യ വാർത്താ ഏജൻസികൾ തന്നെ പറയുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈന്റെ അവസ്ഥയ്ക്ക് തുല്യമാണെന്നാണ്. കാരണം അവിടെയൊന്നും ക്രമസമാധാനമോ അതല്ലെങ്കിൽ വികസനമോ ഒന്നും തന്നെയില്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ 6.5% വരെ GDP വളർച്ചാ നിരക്ക് നേടിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ഇന്ത്യയുടെ ഗാർമെന്റ്സ് കയറ്റുമതിയെ തന്നെ ബംഗ്ലാദേശിന്റെ ഗാർമെന്റ്സ് കയറ്റുമതി ബാധിച്ചു. അപ്പൊ അത്ര പുരോഗതി ഒരു 10-14 കൊല്ലം കൊണ്ട് നേടിയെടുത്ത ഒരു രാജ്യം പെട്ടെന്ന് പൂർണ്ണമായ തകർച്ചയിലേക്ക് പോവുകയാണ്. അപ്പോ ഈ സ്വാഭാവികമായിട്ടും ചൈനയെ സംബന്ധിച്ച് ചൈന കാണുന്നത് ഇവിടെ ഇടപെടാനുള്ള ഒരു സുവർണാവസരം. ഇവിടെ ചൈനയെ കൂടാതെ തന്നെ അമേരിക്കയും ഈ ചിറ്റഗോങ് പോർട്ടിന്റെ നിയന്ത്രണത്തിനായിട്ട് കിണഞ്ഞു ശ്രമിക്കുന്നു. ചൈനയുടെ ലക്ഷ്യം കൽക്കട്ടയിൽ കാലുറപ്പിച്ചാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സൂത്രത്തിൽ അവിടെ നിന്ന് പോകാമെന്നുള്ളതാണ്. അതായത് ചൈന അരുണാചൽ പ്രദേശിലെ തവാങ് പോലുള്ള മേഖലകൾ ചൈന അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ചൈനയ്ക്ക് ആഗ്രഹമുണ്ട്. ഈ ചൈനയ്ക്ക് അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ സിക്കിമും അരുണാചൽ പ്രദേശും ഒക്കെ ചൈനയ്ക്ക് വളരെ പ്രത്യേക താല്പര്യമുള്ള പ്രദേശങ്ങൾ. കാരണം ഞാനീ മുമ്പ് പറഞ്ഞ തവാങ് ടൗണ് 6ാം ദലൈലാമയുടെ ജന്മദേശമാണ്. ഒരുപാട് ദലൈലാമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 6ാമത്തെ ദലൈലാമ ടിബറ്റിന്റെ ചരിത്രത്തിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ദലൈലാമയാണ്. 6ാം ദലൈലാമ ടിബറ്റിലെ വളരെ ജനകീയനായ ഒരു ദലൈലാമയായിരുന്നു. ഇദ്ദേഹം ഒരുപാട് കവിതകൾ ടിബറ്റൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത് നാടോടി പാട്ടുകളായിട്ട് അവിടെ വലിയ പ്രചാരത്തിലുണ്ട്. ഇദ്ദേഹം വളരെ ജനകീയനായ ഒരു ദലൈലാമയായിരുന്നു. ചൈനക്കാര് അദ്ദേഹത്തെ തടവിലാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയാൻ വയ്യ. അങ്ങനെ മംഗോളിയക്കാരും ചൈനക്കാരും ഈ 6ാം ദലൈലാമയെ തട്ടിക്കൊണ്ടുപോയതാണ്. ഇദ്ദേഹം ഒരു യുഗപുരുഷനായിട്ടാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ടിബറ്റുകാരെ സംബന്ധിച്ചിടത്തോളം ടിബറ്റിന് പുറത്തുള്ള അല്ലെങ്കിൽ ടിബറ്റിലെ തീർത്ഥാടന പൊട്ടോള പാലസ് എന്ന് പറഞ്ഞ ദലൈലാമയുടെ ഒരു ഇരിപ്പിടമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ബുദ്ധക്ഷേത്രമാണ് ഈ തവാങ്ങിലുള്ളത്. അപ്പൊ തവാങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുത്താലേ, തവാങ് കയ്യിൽ വന്നാൽ മാത്രമേ ടിബറ്റ് പൂർണ്ണമായിട്ട് ടിബറ്റിന്റെ ആത്മീയ നേതൃത്വത്തെ ചൈനയ്ക്ക് കൈവശപ്പെടുത്താൻ പറ്റും. ഇതാണ് അരുണാചൽ പ്രദേശിൽ ചൈനയ്ക്കുള്ള ഒരു ഗൂഢലക്ഷ്യത്തിന്റെ പിറകിലുള്ളത്. അപ്പോ ചൈന വിചാരിച്ചത് ഈ ഇക്കണോമിക് കോറിഡോറിലൂടെ ഈ പ്രദേശത്തെ വളഞ്ഞു പിടിച്ച് പതുക്കെ ഇത് അരുണാചൽ തവാങ് പോലുള്ള സ്ഥലങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ എത്തിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഗൂഢലക്ഷ്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ഗൂഢലക്ഷ്യങ്ങൾ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ തിരിച്ചറിഞ്ഞ ഗൂഢലക്ഷ്യങ്ങൾ ഇന്ത്യ അതിന് ഇന്ത്യക്കുള്ള മറുപടിയാണ് ഈ അരക്കൻ ആർമി. ഈ അരക്കൻ ആർമി എന്നുള്ള ഇന്ത്യ ഇപ്പൊ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. അപ്പോ ഇന്ത്യയെ സമാധാനത്തിലൂടെ ഇന്ത്യയിൽ കടന്നു കയറി സൂത്രത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരാമെന്നുള്ള മോഹം ചൈനയ്ക്കില്ലാതെ. പിന്നീട് ചൈനയ്ക്കുള്ള ഏക പ്രതീക്ഷ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ചിറ്റഗോങ്ങും അതുപോലെ തന്നെ മോങ്ലയും പിടിച്ചെടുക്കുക. ചിറ്റഗോങ്ങിൽ നിന്നും ഇന്ത്യയുമായിട്ട് നിരന്തരം ബന്ധമുള്ള ഒരു സ്ഥലമാണ്.
ഇന്ത്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉള്ള രണ്ട് പ്രധാന നഗരങ്ങളാണ് ധാക്കയും ചിറ്റഗോവും. ഇപ്പോഴും ഉണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായതുപോലൊന്നും ബംഗ്ലാദേശുമായിട്ട് ഇതുവരെ ആയിട്ടില്ല. കാരണം ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഇന്ത്യയായിട്ട് സൗഹൃദത്തിലാണ്. അപ്പോ ഇത്തരം കേന്ദ്രങ്ങളിലൂടെ പരോക്ഷമായിട്ട് ഇടപെടൽ നടത്തി, പ്രത്യക്ഷമായിട്ട് ഇന്ത്യയെ കയറി ആക്രമിക്കാൻ പറ്റില്ലെങ്കിലും പരോക്ഷമായിട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാവുന്നു. അവിടെയുള്ള വിഘടനവാദികൾക്ക് ആയുധങ്ങളും ധനസഹായവും നൽകി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്ഥിരത വളർത്താമെന്നും അങ്ങനെ ഒടുവിൽ ഇന്ത്യയെ കൊണ്ട് ഈ തവാങ്ങിന്റെ എങ്കിലും നിയന്ത്രണം തിരിച്ചു പിടിക്കാമെന്നും ഒക്കെയുള്ള ഗൂഢലക്ഷ്യമാണ് ചൈനയ്ക്ക്. അപ്പോ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ. ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ അരക്കൻ ആർമി, റാഖൈൻ പ്രവിശ്യയിലെ അരക്കൻ ആർമി ചൈനയ്ക്ക് ഒരു തലവേദനയാണ്. അവർ ഒരേ സമയം ചൈനയുടെ കയ്യിൽ നിന്ന് ആയുധമൊക്കെ ചിലപ്പോൾ വാങ്ങിക്കും, പക്ഷേ അവർ ഇന്ത്യക്കെതിരെ തിരിയാറുണ്ട്. അവര് മ്യാൻമാറിന്റെ മിലിറ്ററി ജുണ്ട എന്ന് പറയുന്ന ഭരണകക്ഷി ഭരണകൂടത്തിനെതിരെയും സൈനിക ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമായിട്ടും ഈ റാഖൈൻ പ്രോവിൻസിൽ താമസിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെയുമാണ് അവർ കലാപം അഴിച്ചുവിടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ചൈനയുടെ പദ്ധതികൾക്കുള്ള ഒരു തടസ്സമാണ്. ഈ പ്രദേശത്തെ ഈ അരക്കൻ ആർമിയുടെ അവരെ തൽക്കാലം ചൈനയ്ക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ചൈന എന്തായാലും അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ചൈന നേരിട്ട് യുദ്ധത്തിന് ചൈന വരില്ല, പക്ഷേ പരോക്ഷമായിട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥത ജനിപ്പിക്കുമ്പോൾ ഇവിടെ അമേരിക്കയ്ക്ക് ഇതിലൊരു താല്പര്യവും. അമേരിക്കയ്ക്ക് ഈ പ്രദേശത്ത് ഒരു സ്വതന്ത്ര ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. അമേരിക്കയ്ക്ക് ചൈനയെ നേരിടാൻ ഇങ്ങനൊരു രാജ്യം. അപ്പോ ഇതിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചൈന ഇവിടെ ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കുന്നത്. ഒരുപക്ഷെ സാർ ഒരുപക്ഷെ തീർച്ചയായിട്ടും BNP എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബീഗം ഖാലിദ സിയയുടെ കാലം തൊട്ട് തന്നെ, അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാന്റെ മാതാവായ ബീഗം ഖാലിദ സിയയുടെ കാലം തൊട്ട് തന്നെ ചൈനയുമായിട്ടായിരുന്നു അവര് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അപ്പോ ഇന്ത്യക്ക് ഒരു തടയിടാനായിട്ട് ബംഗ്ലാദേശിന് വളരെ കൈയയച്ച സഹായം നൽകാൻ അന്ന് ചൈന തയ്യാറായത്. അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചത്. പക്ഷേ ഇതിന് മുൻപിലത്തെ പിന്നെ അഡ്വൈസർ, അതായത് താരിഖ് റഹ്മാൻ മുഹമ്മദ് യൂനസ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ അമേരിക്കയുടെ ഒരു സൃഷ്ടിയായി. ചൈനയുമായിട്ട് അയാൾക്ക് അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും യൂനസിനെ സംബന്ധിച്ചിടത്തോളം യൂനസിന്റെ മുഖ്യ രക്ഷകർത്താവ് അമേരിക്കയായിരുന്നു. അപ്പൊ അമേരിക്കയുടെ പിടിയിൽ നിന്നും യൂനസിന് ഒരു മോചനമില്ല. പക്ഷെ എങ്കിലും ഇന്ത്യയോടുള്ള ഒരു ഇന്ത്യ വിരുദ്ധത ഇപ്പോഴുള്ള താരിഖ് റഹ്മാനേക്കാൾ വളരെയധികം ഇന്ത്യ വിരുദ്ധനായി. അത് കാരണം അയാൾക്ക് ചൈനയ്ക്കും അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനും ഒരു സ്പേസ് ഉണ്ട്, തുർക്കിക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പോ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം ആധിപത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സ്ഥിതിയാണെന്ന് ബംഗ്ലാദേശിലുള്ളത്. അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരമാണ്. താരിഖ് റഹ്മാന് അമേരിക്കയെക്കാൾ കൂടുതൽ ബന്ധം തീർച്ചയായിട്ടും ചൈനയുമായിട്ടാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഭരണകാലത്ത് തന്നെ അവിടെ വ്യക്തമായ ഒരു ആധിപത്യം, ഒരു സ്ഥിരം താവളവും കണ്ടെത്താനായിട്ട് ചൈന പരിശ്രമിക്കും. ഈ ചിറ്റഗോങ് പോർട്ട് ദൗർഭാഗ്യവശാൽ ചൈനയുടെ കൈവശം അതിന്റെ ചില ടെർമിനൽ എങ്കിലും എത്തപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനെ എതിർക്കാനുള്ള ഒരു ശേഷി താരിഖ് റഹ്മാനില്ല. ചിറ്റഗോങ്ങിൽ ചൈന നിലയുറപ്പിക്കുന്നത് തീർച്ചയായിട്ടും ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്. പക്ഷെ അവിടെ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തി ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി കോറിഡോർ, ആ സിലിഗുരി കോറിഡോർ ഇപ്പൊ പൂർണ്ണമായിട്ടും ഫെൻസിങ് അവിടെ ഇപ്പൊ തീരും.
അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലും ഫെൻസിങ് മിക്ക പ്രദേശങ്ങളിലും അത് പൂർണ്ണതയിലെത്തും ഇപ്പോൾ ഉടൻ തന്നെ. സ്വാഭാവികമായിട്ടും ഈ ഇടനാഴി ഉയർത്തുന്ന വെല്ലുവിളികൾ നമുക്ക് നേരിടാനുള്ള ഒരു നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം അവിടെ നടന്നു കഴിയുകയാണ്. ഈ സിലിഗുരിയെയും അതുപോലെ ഡൽഹിയെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ ലൈനും വരാൻ പോവുകയാണ്. ഭൂമിക്ക് അടിയിലൂടെയും പാത നിർമ്മിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സിലിഗുരി കോറിഡോർ ഇനി അവർ പണ്ട് വിളിച്ചിരുന്ന പോലെ ചിക്കൻ നെക്ക് അല്ല, അത് അതിശക്തമായിട്ടുള്ള ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇടനാഴിയായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അത് മാറിക്കഴിഞ്ഞു. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. മമതാ ബാനർജി ഇരുന്നപ്പോൾ അത് ബംഗാൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. ഇപ്പൊ ഈ അതിർത്തി സിലിഗുരി കോറിഡോറിലെ നാഷണൽ ഹൈവേ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി. അതിർത്തിയിൽ ഫെൻസിങ്, താഴെ കൂടെ അതായത് ഭൂമിക്ക് അടിയിലൂടെയുള്ള ഒരു മെട്രോ കോറിഡോർ അവിടെ വരാൻ പോവുകയാണ്. അതൊരു ഹൈസ്പീഡ് റെയിൽവേ ലൈനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും സൈന്യത്തിന്റെ നീക്കവും അതുപോലെ തന്ത്രപ്രധാനമായ മറ്റ് ലോജിസ്റ്റിക്സ് നീക്കങ്ങളും വളരെ എളുപ്പത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ചൈനയുടെ ഒരു സ്ഥാപിത താല്പര്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് ചൈനയുമായിട്ടുള്ള അടുപ്പം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. BNP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇപ്പോൾ താരിഖ് റഹ്മാന്റെ കാലത്തല്ല, അദ്ദേഹത്തിന്റെ മാതാവായ ബീഗം ഖാലിദയുടെ സിയയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ബന്ധം കുറച്ചുകൂടി ശക്തിപ്പെടും. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വേദിയായിട്ട് മിക്കവാറും ബംഗ്ലാദേശ് മാറാനാണ് സാധ്യത. രണ്ടു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് അടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും ഇവരുടെ പ്രോക്സികൾ, അരക്കൻ ആർമി അതുപോലെ മറ്റു ചില വിഘടിത ഗ്രൂപ്പുകളും അവിടെ സംഘർഷം ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും നമസ്കാരം.